കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകൾ സജീവമാകുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ശക്തി ആർജിച്ചെന്ന വിലയിരുത്തലിൽ അണിയറ നീക്കങ്ങൾ സജീവമാക്കുകയാണ് എ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടി എന്ന വികാരം ആളിക്കത്തിച്ച് കേരളത്തിൽ കൂടുതൽ സംഘടനാ ശക്തി നേടാനാണ് അവരുടെ നീക്കം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ നെഞ്ചിലേറ്റുന്നവർ ജയിച്ചു കയറുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് ഈ നീക്കം നടക്കുന്നത്. തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ചാലക്കുടിയിലും വടകരയിലും കോഴിക്കോടും അതിനിർണായകമായിരുന്നു കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്തൊഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം എ ഗ്രൂപ്പുകാരായിരുന്നു സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂർ ഗ്രൂപ്പുകൾക്ക് അതീതനാണ്. അപ്പോഴും കുറച്ചു കാലമായി എ ഗ്രൂപ്പിനൊപ്പമാണ് തരൂർ. എ ഗ്രൂപ്പിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടും. ഇതെല്ലാം ചർച്ചയാക്കി KPCCയിൽ ഉൾപ്പെടെ കൂടുതൽ അർഹമായ പദവികൾ നേടുകയാണ് അടുത്ത ലക്ഷ്യം. ഉമ്മൻചാണ്ടിയുടെ കുടുംബം എല്ലാ അർത്ഥത്തിലും പ്രചാരണത്തിൽ സജീവമായിരുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തരൂരിന് ഇത് ഗുണകരമായി. ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനെ കൂടി മുന്നിൽ നിർത്തിയുള്ള ഗ്രൂപ്പ് സംഘാടനമാണ് എ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എ ഗ്രൂപ്പിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന തരൂരിനെ കൂടി കൂടെ നിർത്തിയുള്ള പുനഃസംഘാടനവും ചർച്ചകളിലുണ്ട്. ബെന്നി ബെഹനാനും ആൻഡോ ആൻ്റണിയും നിലവിൽ KPCCയിൽ നിന്നും അനുഭവിക്കുന്ന അവഗണനയിൽ അമർഷത്തിലാണ്. പോളിംഗ് ശതമാനമടക്കം കുറഞ്ഞതിന് പിന്നിൽ സംഘടനാ സംവിധാനത്തിൻ്റെ പോരായ്മയുണ്ടെന്ന ബെന്നി ബെഹനാൻ്റെ നിരീക്ഷണം നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് മിന്നും ജയം കിട്ടിയാൽ അതിൽ എ ഗ്രൂപ്പിൻ്റെ പങ്ക് ചർച്ചയാക്കുകയാണ് ബെന്നി ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം. സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ കോൺഗ്രസിൽ എ ഗ്രൂപ്പിൻ്റെ പ്രസക്തി കുറയുമെന്ന വിലയിരുത്തലിൽ പല നേതാക്കൾക്കുമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് വീണ്ടും എ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഏതായാലും വരുന്ന നാളുകളിൽ അതിനുള്ള പടപ്പുറപ്പാടിലാണ് എ ഗ്രൂപ്പ് നേതാക്കൾ.